ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഒരു പ്രമേഹ രോഗിയും ബ്ലഡ് ഷുഗർ വീട്ടിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ പറ്റിയാണ്. പലപ്പോഴും നമ്മൾ വീടുകളിൽ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ഷുഗർ നോക്കാറുണ്ട്. ചിലർ എല്ലാ ദിവസവും രാവിലെ നോക്കും ഫാസ്റ്റ് ഷുഗർ. അപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുന്നതാണെങ്കിൽ രാവിലെ വൈകിട്ട് നമ്മൾ കുത്തുന്നതിന് മുമ്പ് നോക്കണം. ഇപ്പം പ്രീമിക്സ്ഡ് മിസ്റ്റാർഡ് പോലുള്ള ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ടും നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. അതാണ് നല്ലത്. പക്ഷേ നല്ല കൺട്രോളുകളാണെങ്കിൽ നോക്കേണ്ട ആവശ്യം നമ്മൾ എടുക്കുന്ന ഡോസ് തന്നെ എടുക്കുക. അപ്പോൾ ഒട്ടും കൺട്രോൾ ഇല്ലാത്തത് നോക്കിയിട്ട് ചിലപ്പം ഡോസ് 2 യൂണിറ്റൊക്കെ കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷുഗർ നോക്കുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ 10 7 നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ റിപ്പോർട്ട് ഒരു 90% ഒക്കെ കറക്റ്റായിരിക്കും. പലപ്പോഴും ഷുഗർ റിപ്പോർട്ട് പ്രോപ്പറായിട്ട് കിട്ടാത്ത നമ്മൾ പ്രോപ്പറായിട്ട് നോക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഷുഗർ നോക്കുമ്പോൾ കൈ നമ്മൾ സോപ്പിട്ട് കഴുകണം. നമ്മുടെ കൈ എന്തെങ്കിലും കഴിച്ചാൽ അല്ലെങ്കിൽ നമ്മളതിന് പിടിച്ച പഴങ്ങളോ എന്തെങ്കിലും മധുരമൊക്കെ എടുത്ത് തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പം നമ്മൾ റിപ്പോർട്ടായിരിക്കും നമ്മുടെ കയ്യിലെ തേനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ മധുരമൊക്കെ പഞ്ചസാരയൊക്കെ ആണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടായിരിക്കും നമുക്ക് ഷുഗർ കിട്ടുക. അതുകൊണ്ട് നമ്മൾ നല്ല വേരിയേഷൻ വരും, 30-50 ഒക്കെ വേരിയേഷൻ, മില്ലിഗ്രാമൊക്കെ വേരിയേഷൻ. അതുകൊണ്ട് കൈ നമ്മൾ പ്രോപ്പറായിട്ട് കഴുകണം. രണ്ടാമത് കാര്യം ആൽക്കോൾ, നമ്മൾ സ്പിരിറ്റ് ഒന്ന് സ്വാഭാവം ഉപയോഗിക്കേണ്ട, നമ്മൾ സ്റ്റെറിലൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സാനിറ്റൈസർ ഒന്നും ഉപയോഗിക്കേണ്ട. അപ്പോൾ അതിൻ്റെ ആൽക്കോളിൻ്റെ ആയിരിക്കും ചിലപ്പം വരുന്നത് നമ്മൾ ഷുഗർ നോക്കുമ്പോൾ. അതുകൊണ്ട് കൈ നമ്മൾ സോപ്പിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കാം. രണ്ടും നമ്മൾ ഷുഗർ നോക്കുമ്പോൾ എപ്പോഴും ഒരു സമയം ഒന്നെങ്കിൽ രാവിലെ നോക്കാം, എണീറ്റ് കഴിയുമ്പോൾ അന്നേരം 8 മണിക്കൂർ ഫാസ്റ്റിങ്, ചിലരുടെ 10 മണിക്കൂർ വരെ ഉറങ്ങുമ്പോൾ 8 to 10 hours ഉറക്കം കഴിഞ്ഞ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഫാസ്റ്റിംഗായിട്ട് എണീക്കുമ്പോൾ നോക്കുക. പിന്നെയുള്ള കഴിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് നോക്കുക. അത് ഹൈ ഷുഗർ കാണിക്കും, 200-300 കാണിക്കും. നമ്മൾ 2 hours കഴിഞ്ഞ് നോക്കുക, 2 hour PPBS. അതാണ് നമ്മൾ കറക്റ്റായിട്ട് മതി. പിന്നെയുള്ളത് നമ്മൾ റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്നവരുണ്ട്, 200 മുകളിൽ പോകുന്നുണ്ടോ, നല്ല കൺട്രോളൊക്കെ ആണെങ്കിൽ 200 താഴെ നീക്കണം. അത് നോക്കണമെന്നല്ല, നമ്മൾ 2 hour വർഷം കഴിഞ്ഞ് 2 hour PPBS നോക്കുക, ഫാസ്റ്റിംഗ് ഇടയ്ക്ക് നോക്കാം. ആഴ്ചയിൽ എല്ലാ ദിവസവും നോക്കണം നിർബന്ധമില്ല. ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ ഒരു വാല്യൂ വരെ നോക്കാം, സംശയം താന്നു പോകുന്ന പേടിയുണ്ടെങ്കിൽ. അല്ലാത്ത വളരെ ഷുഗർ രോഗികൾ ആഴ്ചയിൽ 2-3 റെക്കോർഡിംഗ് ഒന്ന് എഴുതി വെക്കുക, ഡോക്ടറെ കാണാൻ പോകാൻ എത്രയുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂവിൻ്റെ പോക്കറിയാൻ പറ്റും. പിന്നെയുള്ള മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ഒരു കുത്തി നമ്മൾ ആദ്യത്തെ ഡ്രോപ്പ് നമ്മൾ വൈപ്പ് ചെയ്ത് കളയണം. അത് ടിഷ്യൂ ഫ്ലൂയിഡ് മിക്സ് ആയിരിക്കും. നമ്മൾ ആദ്യത്തെ ഡ്രോപ്പ് എടുക്കല്ലേ, രണ്ടാമത്തെ ഡ്രോപ്പ് എടുക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഞെക്കിപ്പിഴിയല്ല. 4ാമത്തെ കാര്യം, നമ്മൾ കയ്യെ ഞെക്കി ബ്ലഡ് വരുന്നില്ല, കൈയൊക്കെ തണുത്തിരിക്കുന്ന ബ്ലഡ് നമ്മൾ ഞെക്കി, അതിൻ്റെ അകത്ത് ടിഷ്യൂ ഫ്ലൂയിഡ് കൂടാക്കി ഒരു 15% വേരിയേഷൻ വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ കൈ നമ്മൾ ബ്ലഡ് കുത്തുന്നതിന് മുമ്പ് കൈ ഒന്ന് തൂക്കിടുക. തൂക്കിട്ട് കഴിയുമ്പോഴത്തേനും ബ്ലഡ് ഗ്രാവിറ്റി ആണ് താഴോട്ട് വരും, വിരലിൻ്റെ ടിപ്പിലേക്ക് വരും. പിന്നെ നമ്മളൊന്ന് ചുമ്മാ കുത്തിയിട്ട് നമുക്ക് ഒരു ഡ്രോപ്പ് ബ്ലഡ് ഇടാൻ പ്രയാസമില്ല. അത് വൈപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ഡ്രോപ്പ് എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു സോപ്പിട്ട് കഴുകണം. രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രോപ്പർ ടൈമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഞെക്കി പിഴിയല്ല. പിന്നെ കൈ തൂക്കിയിട്ടിട്ട് എടുക്കുകയാണ് നമുക്ക് പ്രോബ്ലം ബ്ലഡ് കിട്ടും. പിന്നെ ആദ്യത്തെ ഡ്രോപ്പ് നമ്മൾ എടുക്കില്ല. 5 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് എടുത്ത് ഓക്കെയാണ്. പിന്നെ നമ്മൾ ഭക്ഷണം പലരും നമ്മൾ PPBS എടുക്കാൻ പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനപ്പോൾ ചില ഗുളികകൾ, മിക്കവാറും ഷുഗറിൻ്റെ ഗുളികകൾ നമ്മൾ ഐഡിയലി നമ്മൾ പറയുന്ന ഭക്ഷണം കഴിച്ചിട്ട് അത് ഇമ്മീഡിയറ്റായിട്ട് കഴിച്ചാൽ മതി. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചു, ഗുളിക എടുത്ത് വെച്ചു, വെള്ളം എടുത്ത് വെച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഗുളിക കഴിച്ചു, വെള്ളം കുടിച്ചു, അതാണ് കറക്റ്റ് ഓർഡർ. പലപ്പോഴും വീടുകളിൽ പറ്റാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറയും, ഫാർമസിയിൽ നിന്ന് പറയും, മരുന്ന് കഴിച്ചിട്ട് കഴിക്കാൻ പറയും. അപ്പോൾ അവരാദ്യം നമ്മളെ വീട്ടിലേക്കുള്ള ഹോം മേക്കറൊക്കെ ആണെങ്കിൽ മരുന്നാദ്യം എടുത്തുകൊണ്ട് വരും, മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ച് പിന്നെ പെട്ടെന്ന് പേടിയാവും, ഷുഗർ താം, അപ്പം തന്നെ അവർ കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിന്നറാണെങ്കിൽ കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള ശരിക്കുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗുളിക നമ്മൾ ഡൈനിങ് ടേബിളിൽ കഴിക്കുന്ന ടേബിൾ വയ്ക്കുക, നമ്മൾ കഴിക്കുന്നു, ഗുളിക കഴിക്കുന്നു, വെള്ളം, ഇതാണ് ഓർഡർ. അങ്ങനെ പോകണമെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പം PPBS 2 hour PPBS നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഗുളികയും കൂടെ കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ നോക്കുന്നത്. എന്നാലും നമ്മൾ ഗുളിക ആക്ട് ചെയ്ത് ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ ഭക്ഷണം കഴിച്ച് പ്രോപ്പറാണ് നമ്മുടെ ഡയറ്റ്, ഈ ഡയറ്റ് കഴിച്ചിട്ട് ഷുഗർ എത്രത്തോളം നിൽക്കുന്നു 2 മണിക്കൂർ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. 2 ഞെക്കി പിഴിയല്ല. 2 ആദ്യത്തെ ഡ്രോപ്പ് ബ്ലഡ് എടുക്കല്ല. പിന്നെ നമ്മൾ കൂട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഡീഹൈഡ്രേഷനാണ്. ഇപ്പോൾ നമുക്ക് ലൂസ് സ്റ്റൂളുണ്ട്, നമ്മൾ യാത്ര ഉണ്ടായിരുന്നു, വെള്ളം കുടിച്ചില്ല. അപ്പോൾ അന്നേരം നമ്മൾ ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഷുഗർ വാല്യൂ ചിലപ്പോൾ ഹൈ ആയിരിക്കും, കാരണം നമ്മൾ ഒരുപാട് ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് പ്രോപ്പറുള്ള വേരിയേഷൻ തരികയില്ല. ഒരു 15 to 30 മില്ലിഗ്രാം ഒക്കെ ഷുഗർ വ്യത്യാസം വരും. ഇപ്പോഴത്തെ മെഷീൻസൊക്കെ മിക്കവാറും തന്നെ ഏകദേശം ആക്യുറേറ്റ് ആണ്. ഒരു 15%, 15% വേരിയേഷനേ ഉള്ളൂ. പിന്നെ ചില ഗ്ലൂക്കോമീറ്റർ, പക്വിച്ചൊക്കെ കോണ്ടർ പ്ലസ് എന്നൊക്കെയുള്ള ഗ്ലൂക്കോമീറ്റർ ഫസ്റ്റ് ഡ്രോപ്പ് ബ്ലഡ് ഓക്കെ എന്ന് എഴുതിയൊക്കെ കാണിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഡ്രോപ്പ് ബ്ലഡ് എടുക്കാം.
അപ്പം നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് ഷുഗർ നമുക്ക് നോക്കാൻ പറ്റും. പലപ്പോഴും നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കൈപോലും കഴുകാതെ നമ്മൾ കിട്ടുന്ന സാധനം വെച്ച് നമ്മൾ കുത്തിയെടുത്ത് ഫസ്റ്റ് ഡ്രോപ്പ് തന്നെ നോക്കും. അതുകൊണ്ട് ശരിക്കും നല്ലൊരു ഫലം കിട്ടുകയില്ല അസസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഷുഗർ ചിലപ്പോൾ ഹൈ ആയിരിക്കും, ചിലപ്പോൾ ലോ ആയിരിക്കും. അപ്പം നമ്മൾ ഗ്ലൂക്കോമീറ്റർ 500 മുകളിലൊക്കെയാണ് HI എന്ന് കാണിക്കും. ഒരു 60 അല്ലെങ്കിൽ 80 താഴെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 60 40 കാണിക്കുന്നവരുണ്ട്, ലോ എന്ന് കാണിക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകണ്ട. ഇപ്പോൾ ഷുഗർ കൂട്ടാനും കുറയ്ക്കാനും ഇല്ല, നമുക്ക് പ്രോപ്പർ കൺട്രോൾ വേണം. പക്ഷേ നമുക്ക് എന്നാലും ഇടയ്ക്ക് നമ്മൾ റെഫറൻസിന് വേണ്ടി ഇപ്പം ലാബിൽ പോയി നോക്കാൻ പ്രാക്ടിക്കലി പാടാണ്, പ്രായമുള്ളവർക്കും പാടാണ്. എല്ലാ ദിവസവും ലാബിൽ പോയി നോക്കാൻ പറ്റും. അപ്പം ഗ്ലൂക്കോമീറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. 15% വേരിയേഷനേ ഉള്ളൂ. അത് നമ്മൾ ക്യാപ്പിലറി ബ്ലഡാണ്, ടിഷ്യൂ ബ്ലഡ് മിക്സ് വരുന്നുണ്ട്. ലാബിലാണ് നമ്മൾ വീനസ് ബ്ലഡാണ് എടുക്കുന്നത്, അതാണ് ഇച്ചിരി ആക്യുറേറ്റ്. പിന്നെ നമ്മൾ ഇതിനേക്കാളും നല്ല കൺട്രോൾ HbA1c ആണ് ആവറേജ് 3 മാസം കൂടുമ്പോൾ നമ്മൾ എടുക്കുന്നത്. HbA1c എപ്പോഴും 7% താഴെയായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഷുഗർ നോക്കാനും നമുക്ക് മരുന്ന് പ്രോപ്പറായിട്ട് കഴിച്ച് ഷുഗർ കൺട്രോൾ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കും. താങ്ക് യു.